ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് തന്നെയാണ്. താരിഫ് ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് ഓരോ തവണയും ട്രംപിൻ്റെ വാശിക്കൊത്ത് താരിഫിൻ്റെ ഒരു ആഘാതം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഉഗ്രവാശിയോടെ ട്രംപ് ഏൽപ്പിച്ച ഈ ആഘാതങ്ങളൊക്കെ തന്നെ നിയമസാധുത നിലനിൽക്കുന്നുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള നിയമ വസ്തുതകൾ ഇതിന് പിന്നിലുണ്ടോ എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു വിധി ഇന്ന് വൈകിട്ടോടെ, ഇന്ന് രാത്രി 8:30 ഇന്ത്യൻ സമയം 8:30 ശേഷം എത്തുന്നതായിരിക്കും. അത് തന്നെയാണ് മാർക്കറ്റിനെ ഒരു പാനിക് സെല്ലിങ്ങിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് എന്ന് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. റഷ്യയുമായി വ്യാപാര ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്ക്, എസ്പെഷ്യലി ഇന്ത്യയും ചൈനയും എയിം ചെയ്തുകൊണ്ടാണ് പറയുന്നത്, 500% താരിഫ് ചുമത്താനുള്ള നീക്കങ്ങളൊക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലേക്ക് ഒരു പ്രഹരം ട്രംപ് ഏൽപ്പിച്ചിരുന്നു. സോ ഇതിന് പിന്നാലെ തന്നെ ഇതിൻ്റെ ഒരു താരിഫിൽ ഭാവി എന്താകുമെന്ന് ഇന്ന് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ഈ ഒരു താരിഫിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പല കോടതികളും നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ തീരുമാനത്തിന് ശേഷം ട്രംപ് തോറ്റാലും, കോടതിയിൽ തോറ്റു കഴിഞ്ഞാലും വേറെയും വഴികളുണ്ട് താരിഫ് നടപ്പാക്കാൻ എന്നാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് താരിഫ് ചുമത്തിയത് വൻ നേട്ടമാണെന്നും അതിൽ US-ന്റെ ഒരു വ്യാപാര കമ്മി 2009 ശേഷമുള്ള ഏറ്റവും താഴ്ചയിലെത്തിയെന്നും ഒക്കെ തന്നെ ട്രംപ് വാദിക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. താരിഫ് വരുമാനം മാത്രം $600 ബില്യൺ കടന്നു എന്നുള്ള രീതിയിലേക്ക് അമേരിക്കയെ ഒന്ന് ലെവലപ്പ് ചെയ്യാനായിട്ട് ഈ താരിഫ് കൊണ്ട് ഗുണം ചെയ്യും എന്നുള്ള രീതിയിലേക്കാണ് ട്രംപിൻ്റെ ഒരു പിടിവാശി എന്ന് പറയുന്നത്. കാരണം പല മേഖലകളിൽ നിന്നും താരിഫ് ഈ ഒരു US പ്രസിഡന്റിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അതിനപ്പുറത്തേക്ക് ധാരാളം നിയമപരമായ കാര്യങ്ങൾ നേരിടേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതികൾ നിരീക്ഷിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഇൻ കേസ് കോടതിയിൽ തോറ്റു കഴിഞ്ഞാലും ബാക്കി വേറെ വഴികൾ, ട്രംപിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വെച്ച് താരിഫ് നടപ്പാക്കാൻ ട്രംപിന് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിടിവാശി എന്ന് പറയുന്നത്.